വെൽക്കം ടു കോലൈൻ ക്ലാസ്. ഇന്ന് നമ്മൾ കോർപ്പറേഷനിൽ നിന്നും കുറച്ച് PYQ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും നമ്മുടെ PYQ സീരീസ് നിർബന്ധമായിട്ടും ഫോളോ ചെയ്യണം. കാരണം പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ട് ഈസിയാണ് എന്ന് കരുതുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും മിക്കവരും തെറ്റിച്ചിട്ട് വരുന്നത്. കാരണം എന്താണ്, ഓപ്ഷൻസ് എന്ന് പറയുന്നത് വളരെ സിമിലർ ആയിട്ടുള്ള ഓപ്ഷനാണ്. അപ്പോൾ അതെന്തായിരിക്കും, നമുക്ക് ഡൗട്ട് വരും, ഇതാണോ അതാണോ എന്ന്. അപ്പം എപ്പോഴും നിങ്ങൾ നിസ്സാരമെന്ന് കരുതുന്ന ക്വസ്റ്റ്യൻ പോലും നന്നായിട്ട് മനസ്സിരുത്തി അത് പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ഓക്കെ, അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റെയ്ഡ്കോ ഈസ് എൻഗേജ്ഡ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡാഷ് മെഷീനറി. ഓപ്ഷൻസ് നോക്കാം. എ ആയുർവേദിക്, ബി അരക്കനട്ട്, സി ആഗ്രോ ആൻഡ് ഡി മീറ്റ് പ്രോസസ്സിംഗ്. ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്, ആഗ്രോ മെഷീനറി. റെയ്ഡ്കോ ഏത് തരത്തിലുള്ള മെഷീനറിയുടെ ഡിസ്ട്രിബ്യൂഷനിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്? ഏത് തരത്തിലുള്ള മെഷീനറിയുടെ ഡിസ്ട്രിബ്യൂഷനിലാണ്? കാർഷികപരമായി റിലേറ്റ് ചെയ്യുന്ന മെഷീനറികളുടെ ഡിസ്ട്രിബ്യൂഷനിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. ആഗ്രോ, നമുക്കറിയാം റെയ്ഡ്കോയുടെ എക്സ്പാൻഷൻ തന്നെ എന്താണ്? റീജിയണൽ ആഗ്രോ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് ലിമിറ്റഡ്. എന്താണ്? റീജിയണൽ ആഗ്രോ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് ലിമിറ്റഡ്. ഇത് നിലവിൽ വരുന്ന വർഷം 1972 ഓഗസ്റ്റ് 31 ആണ്. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? കണ്ണൂരാണ്. നമ്മുടെ റെയ്ഡ്കോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഫെഡറേഷൻ ഓഫ് പ്രൈമറി ആഗ്രോ ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ് വർക്കിംഗ് അണ്ടർ ടു ടയറിൽ പ്രവർത്തിക്കുന്ന പ്രൈമറി ആഗ്രോ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയുടെ ഫെഡറേഷനാണ് എന്ത്? റെയ്ഡ്കോ എന്ന് പറയുന്നത്. അപ്പോൾ മറന്നു പോകരുത്, റീജിയണൽ ആഗ്രോ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് ലിമിറ്റഡ് ആണ്. 1972 ഇത് നിലവിൽ വരുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? കണ്ണൂരാണ്. അപ്പോൾ ഏത് തരത്തിലുള്ള മെഷീനറിയുടെ ഡിസ്ട്രിബ്യൂഷനിലാണ് റെയ്ഡ്കോ ഏർപ്പെട്ടിരിക്കുന്നത്? ആഗ്രോ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സുരഭി ഈസ് ദ ഷോറൂം ഓഫ്. ഓപ്ഷൻസ് നോക്കൂ. എ ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ബി ഹാൻഡ്ലൂം വീവേഴ്സ് സൊസൈറ്റി, സി ഫിഷറീസ് സൊസൈറ്റി ആൻഡ് ഡി സെറികൾച്ചർ സൊസൈറ്റി. ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്, ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അതായത് നമ്മുടെ ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഷോറൂമിൻ്റെ പേരാണ് സുരഭി. ഈ ഹാൻഡിക്രാഫ്റ്റ് സൊസൈറ്റികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കരകൗശല സൊസൈറ്റികൾ. ഈ ഹാൻഡിക്രാഫ്റ്റ് സൊസൈറ്റീസ് കേരളത്തിൽ 2 ടയർ സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ഏതാണ്? 2 ടയർ സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഏറ്റവും അപ്പെക്സ് ആയിട്ടുള്ളതാണ് എന്ത്? കേരള സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ, അതായത് നമ്മുടെ സുരഭി. ഇത് രജിസ്റ്റർ ചെയ്ത വർഷം, നിലവിൽ വരുന്ന വർഷം 1964 സെപ്റ്റംബർ 16 വരുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? എറണാകുളമാണ്. പിന്നെ ഗോൾഡൻ ഇയേഴ്സ് ഓഫ് ഗോഡ്സ് ഓൺ കൺട്രി, ഇതെന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഹാൻഡിക്രാഫ്റ്റിൻ്റെ ഒരു കോട്ടാണ്. എന്താണ്? ഗോൾഡൻ ഇയേഴ്സ് ഓഫ് ഗോഡ്സ് ഓൺ കൺട്രി. അപ്പം മറന്നു പോകരുത്, കേരള സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ്റെ ഷോറൂമാണ് സുരഭി. സുരഭിയെ ഫിനാൻസ് ചെയ്യുന്നത് നമ്മുടെ നബാർഡാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസർ കോഓപ്പറേറ്റീവ് വാസ് രജിസ്റ്റേർഡ് ഓൺ. ഓപ്ഷൻസ് നോക്കൂ. എ ജനുവരി 3, 1966, ബി നവംബർ 3, 1967, സി ജൂൺ 13, 1965 ആൻഡ് ഡി ഏപ്രിൽ 1, 1967. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, നവംബർ 3, 1967 ഇഫ്കോ രജിസ്റ്റർ ചെയ്തത്. എന്താണ് ഇഫ്കോ എന്ന് പറയുന്നത്? ഇഫ്കോ, ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസർ കോപ്പറേറ്റീവ് ലിമിറ്റഡ്. ഇവിടെ നമ്മളടുത്ത് നേരിട്ട് ഇഫ്കോ വാസ് രജിസ്റ്റേർഡ് ആണെന്നല്ല ചോദിച്ചിട്ടുള്ളത്, എക്സ്പാൻഷൻ ഫോം തന്നിട്ടാണ് ചോദിച്ചത്. അതായത് ഇൻ കേസ് കുട്ടികൾ തെറ്റുന്നെങ്കിൽ തെറ്റിക്കോട്ടെ എന്ന് കരുതി. അപ്പോൾ അത് നിങ്ങൾ മറക്കരുത്, എക്സ്പാൻഷൻ ഫോം എല്ലാത്തിൻ്റെയും നല്ല രീതിയിൽ പഠിച്ചു വെക്കണം. ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസർ കോപ്പറേറ്റീവ് ലിമിറ്റഡ്, അതാണ് നമ്മുടെ ഇഫ്കോ. എന്നാണിത് നിലവിൽ വരുന്നത്? 1967 നവംബർ 3 നിലവിൽ വരുന്നത്. ഇവിടെ നമുക്ക് 67 എന്നുള്ളത് 2 എണ്ണമാണ് തന്നിട്ടുള്ളത് അല്ലേ? ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും 67 അപ്പം നമ്മൾ ഡേറ്റ് അടക്കം പഠിക്കണം. അപ്പം നമ്മൾ 67 മാത്രം അറിഞ്ഞിരുന്നാൽ മതിയോ? അല്ല, ഡേറ്റും ഏത് മന്താണെന്നും ഒക്കെ കറക്റ്റായിട്ട് പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് നോക്കാം. ന്യൂഡൽഹിയാണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. നമ്മുടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1984 കീഴിലാണ് ഇഫ്കോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മറന്നു പോകരുത്, രജിസ്റ്റേർഡ് അണ്ടർ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1984. ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് യൂറിയ ഇൻ ദ വേൾഡ്, നമ്മളുടെ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ യൂറിയ പ്രൊഡ്യൂസറാണ് ആര്? നമ്മുടെ ഇഫ്കോ. യൂറിയ പ്രൊഡ്യൂസറാണ് ഇഫ്കോ, ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് യൂറിയ ഇൻ ദ വേൾഡ്.
വില്ലേജ് അഡോപ്ഷൻ പ്ലാൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇഫ്കോവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നാൽ വില്ലേജ് അഡോപ്ഷൻ സ്കീം എന്ന് പറയുമ്പോൾ അത് SBA ആണ്. വില്ലേജ് അഡോപ്ഷൻ പ്ലാൻ ആണെന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് എഴുതണം, ഇഫ്കോ. പിന്നീട് ബിൽഡിംഗ് എ ബ്രൈറ്റർ ഫ്യൂച്ചർ ടുഗദർ ഈസ് റിലേറ്റഡ് ടു. ഈ ഒരു കൊട്ടേഷനും ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇഫ്കോ. നമുക്ക് ഒരുമിച്ച് നിന്ന് ഒരു ബ്രൈറ്റർ ഫ്യൂച്ചർ ഉണ്ടാക്കിയെടുക്കാം എന്ന് പറയുന്നതും ഇഫ്കോമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഒരുപാട് കൊട്ടേഷൻസും കോട്സുകളും സ്ലോഗൻസും ഒക്കെ പല ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഓർഗനൈസേഷനിലും കാണും. അതെല്ലാം വ്യക്തമായിട്ട് എഴുതി വെച്ച് പഠിക്കണം. ബിൽഡിംഗ് എ ബ്രൈറ്റർ ഫ്യൂച്ചർ ടുഗദർ റിലേറ്റഡ് ടു ഇഫ്കോ. കൂടാതെ ദ ഫസ്റ്റ് ഫെർട്ടിലൈസർ പ്ലാൻ ഓഫ് ഇഫ്കോ എവിടെയാണ്? കലോലിലാണ്. എവിടെയാണ്? ഇഫ്കോയുടെ ഫെർട്ടിലൈസർ പ്ലാന്റ് ഫസ്റ്റായിട്ട് വന്നത് എവിടെയാണ്? കലോലാണ്. പിന്നെ മറ്റ് പ്രൊഡക്ഷൻ യൂണിറ്റുകളും ഉണ്ട്. കാൺല, ഫുൽപൂർ, ഇവിടെയൊക്കെ എന്തുണ്ട്? ഫെർട്ടിലൈസർ പ്ലാന്റ് ഉണ്ട്. പിന്നീട് ഇഫ്കോ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത 2 അവാർഡിൻ്റെ പേരാണ് സഹകരണ രത്ന, സഹകരണ ബന്ധു അവാർഡ്. പിന്നെ വരുന്നത് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊമോട്ടഡ് ബൈ ഇഫ്കോ. ഏതാണ്? നമ്മുടെ IFFDC എന്താണ്? ഇന്ത്യൻ ഫാം ഫോറസ്ട്രി ഡെവലപ്മെൻറ്റ് കോപ്പറേറ്റീവ്സ്. ഇത് വരുന്ന വർഷം 1993. ഓക്കെ, മറന്നു പോകരുത്. ഇന്ത്യൻ ഫാം ഫോറസ്ട്രി ഡെവലപ്മെൻറ്റ് കോപ്പറേറ്റീവ്സ്. പിന്നെ നമ്മുടെ കോർഡറ്റ് വരുന്നുണ്ട്. കോർഡറ്റ് എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് റൂറൽ ഡെവലപ്മെൻറ്റ് ട്രസ്റ്റ്. ഇത് 1979 വരുന്നത്. ഇതിൻ്റെ ലക്ഷ്യം ടു പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഫോർ ഫാമേഴ്സ്. കർഷകർക്ക് എന്ത് കൊടുക്കുക? എഡ്യൂക്കേഷൻ കൊടുക്കുക, ട്രെയിനിങ് കൊടുക്കുക ഒക്കെയാണ് ഈ കോർഡറ്റിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ദ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കൊയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഈസ് അറ്റ്. ഓപ്ഷൻസ് നോക്കാം. A കൊച്ചിൻ, B കൊല്ലം, C കണ്ണൂർ, D ആലപ്പുഴ. ആൻസർ ഈസ് ഓപ്ഷൻ D ആണ്, ആലപ്പുഴ. ഹെഡ് ക്വാർട്ടേഴ്സാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ നിർബന്ധമായിട്ടും കുറേ കാര്യങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് പഠിക്കണം. ഹെഡ് ക്വാർട്ടേഴ്സ്, ഇയേഴ്സ്, മനസ്സിലായി? ഇതെന്നൊക്കെ പറയുന്നത് ഉറപ്പായിട്ടും ഒരു എക്സാമിന് ചിലപ്പോൾ 2-3 എണ്ണം ചോദിക്കാം. ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് ചോദിക്കാം, വർഷങ്ങൾ ചോദിക്കാം, അല്ലെങ്കിൽ സെക്ഷൻസ്. ലോയിൽ വരുമ്പോൾ ഈ സെക്ഷൻ നമ്പർ എത്രയാണ്, ഇങ്ങനെയൊക്കെ ഉള്ളത് നിങ്ങൾ പഠിച്ച് വെക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെല്ലാം പഠിക്കുക, കാരണം അത് ഉറപ്പായിട്ടും ചോദിക്കും. അപ്പം നമ്മളിവിടെ ചോദിച്ചിരിക്കുന്നത് കൊയർ ഫെഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സാണ്. ഇവിടെ നോക്കൂ, അവർ എക്സ്പാൻഷൻ ഫോമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കൊയർ ഫെഡാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കൊയർ ഫെഡിൻ്റെ എക്സ്പാൻഷൻ ഫോമാണ് എന്ത്? കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കൊയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ. അപ്പോൾ അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ആലപ്പുഴയാണ് കേട്ടോ. ഇത് വരുന്ന വർഷം 1979 ഒക്ടോബർ 27 കൊയർ ഫെഡ് സ്റ്റാർട്ട് ചെയ്തത്. എന്നാണ് 1979 ഒക്ടോബർ 27. ഇപ്പം നമ്മൾ ഈ ഒരു എക്സാമിന് നമ്മളടുത്ത് ഹെഡ് ക്വാർട്ടേഴ്സ് ചോദിച്ചെങ്കിൽ പിന്നെ വരുന്ന ഒരു എക്സാമിന് എന്തായിരിക്കും ചോദിക്കുന്നത്? ചിലപ്പോൾ വന്ന വർഷമായിരിക്കും ചോദിക്കുന്നത്, അല്ലെ ചെയർമാൻ്റെ പേരായിരിക്കും, അല്ലെ അവരുടെ പ്രോഡക്റ്റുകളുടെ പേരായിരിക്കും. അപ്പം എന്ത് വേണം? ഡീറ്റെയിൽഡായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പഠിച്ചു പോവുക. പിന്നെ കൊയർ ബിസിനസ്സിനെ നമ്മൾ അറിയപ്പെടുന്നത് ഗ്രീൻ ബിസിനസ് എന്നാണ്. എന്താണ്? ഗ്രീൻ ബിസിനസ് എന്നാണ്. പിന്നീട് ഗോൾഡൻ യാൺസ് ഓഫ് ഗോഡ്സ് ഓൺ കൺട്രി. ഇതെന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? യാൺസ് എന്ന് കേട്ടാലേ നിങ്ങൾക്കറിയാമല്ലേ? നൂൽ ചണങ്ങൾ, അതാണ് യാൺസ് എന്ന് പറയുന്നത്. ഗോൾഡൻ യാൺസ് എന്ന് പറഞ്ഞാൽ അത് കൊയർ ഫെഡുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മളിപ്പോൾ തന്നെ വേറൊരു ക്വസ്റ്റ്യനിലും പഠിച്ചായിരുന്നു. എന്താണ്? ഗോൾഡൻ ഇയേഴ്സ്, ഗോൾഡൻ സുവർണ വർഷങ്ങൾ. എന്താണത്? വർഷങ്ങൾ എന്ന് കേട്ടാൽ അത് ഹാൻഡിക്രാഫ്റ്റാണ്. ഗോൾഡൻ ഇയേഴ്സ് ഓഫ് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത് ഹാൻഡിക്രാഫ്റ്റും ഗോൾഡൻ യാൺസ് ഓഫ് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത് കൊയർ ഫെഡുമാണ്. പിന്നീട് കൊയർ ഫെഡിൻ്റെ മന്ത്ലി ജേണൽ ഏതാണ്? കൊയർ വ്യവസായമാണ്. മന്ത്ലി ജേണൽ ഓഫ് കൊയർ ഫെഡ് വേറെയുണ്ട്, കൊയർ ന്യൂസ്. എന്താണ്? കൊയർ ന്യൂസ്. അപ്പോൾ കൊയർ ന്യൂസും ഉണ്ട്, കൊയർ വ്യവസായവും ഉണ്ട്. പിന്നെ നമ്മുടെ കേരളത്തിൽ കൊയർ ഇയറായിട്ട് സെലിബ്രേറ്റ് ചെയ്തത് 2010 കേരളത്തിൽ കൊയർ ഇയറായിട്ട് സെലിബ്രേറ്റ് ചെയ്തത്. പിന്നെ നമ്മുടെ NCDC ആണ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊയർ ഫെഡിന് കൊടുക്കുന്നത്. മറന്നു പോകരുത്, NCDC പ്രൊവൈഡ് മേജർ സോഴ്സ് ഓഫ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു കൊയർ ഫെഡ്. പിന്നെ അവരുടെ മോട്ടോ എന്താണ്? വീവിങ് ടുഗദർ നേച്ചർ ആൻഡ് ബ്യൂട്ടി ഈസ് ദ മോട്ടോ ഓഫ് കൊയർ ഫെഡ്. വീവിങ് ടുഗദർ നേച്ചർ ആൻഡ് ബ്യൂട്ടി, ഇതും നമ്മുടെ കൊയർ ഫെഡിൻ്റെ എന്താണ്? മോട്ടോ ആണ്. ആലപ്പുഴയാണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് നമ്മൾ പറഞ്ഞു. പക്ഷേ ആലപ്പുഴ ഈസ് ദ കൊയർ ക്യാപിറ്റൽ ഓഫ് ദ കൺട്രി. നമ്മുടെ രാജ്യത്തിൻ്റെ കൊയർ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് ആലപ്പുഴയാണ്. അതും ഓർത്തു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ഇയർ മത്സ്യ ഫെഡ് വാസ് എക്സ്റ്റാബ്ലിഷ്ഡ്? ഓപ്ഷൻസ് നോക്കാം. A 1969, B 1972, C 1984 ആൻഡ് D 1995. ഏത് വർഷമാണ് മത്സ്യ ഫെഡ് സ്ഥാപിക്കപ്പെട്ടത്? ഏത് വർഷമാണ്? ഓപ്ഷൻ C ആണ് 1984.
ഡേറ്റ് വരുമ്പോൾ എന്താണ് വരുന്നത്? മാർച്ച് 19, 1984 മത്സ്യഫെഡ് വരുന്നത്. മത്സ്യഫെഡിൻ്റെ എക്സ്പാൻഷൻ ഫോം നോക്കൂ. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഓഫ് ഫിഷറീസ് ഡെവലപ്മെൻറ്റ്. മറന്നു പോകരുത്, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെൻറ്റ്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ട്രിവാൻഡ്രമാണ്. പിന്നെ ഇവരുടെ പ്രോഡക്ട്സുകൾ ഉണ്ട്. എന്തൊക്കെയാണ്? ചിറ്റൈൻ, ചിറ്റോൺ, ചിറ്റോസൻ, ഇതൊക്കെ അവരുടെ ഹെൽത്ത് കെയർ പ്രോഡക്റ്റാണ്. ന്യൂട്രി ഫിഷ് ബയോ ഫെർട്ടിലൈസറാണ്. പിന്നീട് വനിതാ ബസ്. പിന്നെ ഇതെന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ മത്സ്യഫെഡ് ഓപ്പറേറ്റിംഗ് സ്പെഷ്യൽ ബസ് സർവീസ് ഫോർ ദ ജേണി ഫോർ ഫിഷർ വുമൻ. മത്സ്യത്തൊഴിലാളികൾക്ക്, വനിതകൾക്ക് എന്താണ് സ്പെഷ്യലായിട്ടുള്ള ബസ് സർവീസാണ് മത്സ്യഫെഡ് ഒരുക്കിയിരിക്കുന്ന സ്പെഷ്യൽ ബസ് സർവീസിൻ്റെ പേരാണെന്ത്? നമ്മുടെ വനിതാ ബസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ വ്യാസ്യ സ്റ്റോർ, ഇതെന്ന് പറയുന്ന ഒരു ഔട്ട്ലെറ്റാണ്. അന്തിപ്പച്ച, ഇത് ഫിഷ് സ്റ്റോറാണ്. പിന്നെ നമ്മൾ പഠിച്ച മത്സ്യ എന്ന് പറയുന്നത് മത്സ്യഫെഡിൻ്റെ പബ്ലിക്കേഷനാണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്കീമുണ്ട്, മത്സ്യഫെഡ് ഇൻപുട്ട് സെക്യൂരിറ്റി സ്കീം, മിസ്. ഇതെന്തിനാണ് വരുന്നത്? ഫിഷിംഗ് ഇംപ്ലിമെൻറ്റ്സിന് എന്തെങ്കിലും ഡാമേജ് പറ്റിയാൽ ആ ലോസ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് വരുന്നൊരു സ്കീമാണ് മത്സ്യഫെഡ് ഇൻപുട്ട് സെക്യൂരിറ്റി സ്കീം. അപ്പോൾ ഇത്രയും നമ്മുടെ ക്വസ്റ്റ്യൻസ് പറഞ്ഞ പോലെ തന്നെ ഡീറ്റെയിൽഡായിട്ട് നന്നായിട്ട് പഠിക്കും. ഓക്കെ, താങ്ക് യു.